അവിടെ നടക്കും, നമ്മളെ മലയാളിക്ക് നടക്കുമോ, കേരളത്തിൽ നടക്കുമോ അങ്ങനെ ചിന്ത വന്നു. ഒരുപാട് ബിസിനസ് ഓണേഴ്സ് BNAയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും നല്ല ഗ്രോത്ത് എടുക്കുന്നുണ്ട്. ബിസിനസിന്റെ തന്നെ ചിത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ BNA എന്ന് പറയുന്ന പ്രസ്ഥാനം. പക്ഷേ സക്സസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. പക്ഷെ സാർ ഇത് ഏറ്റെടുത്ത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. ഇതാണ് ശരിക്കും ഞങ്ങളെ പോലുള്ള ബിസിനസ് ഓണേഴ്സ് അറിയേണ്ടത്, അല്ലെ? ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിനെ എങ്ങനെ മാനേജ് ചെയ്തു? സ്ട്രഗിളിന്റെ വാക്ക് എനിക്ക് ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോ ഇത് പഠിപ്പിക്കണമല്ലോ. ഇതിന് ഞാൻ ഒരു വഴി കണ്ടതെന്ന് വെച്ചാല്, ആദ്യം ഒരു 10-25 പേരെ ഞാൻ ഒരു ടെമ്പോ ട്രാവലർ ആക്കിയിട്ട് ഞാൻ ആദ്യം കോയമ്പത്തൂർ കൊണ്ടുപോയി. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനെക്കാട്ടി ഒരു പ്രാക്ടിക്കൽ ക്ലാസ് അവർക്ക് സ്വയം തോന്നുന്ന ഇത് ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം അവരെ ഞാൻ കോയമ്പത്തൂർ കൊണ്ടുപോകുന്നു. ആ 25 പേര് കൊണ്ടുപോയി 18 പേരും അന്ന് BNAയിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം അവർക്ക് പച്ചവെള്ളം പോലെ ഇത് എങ്ങനെ നടക്കുന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ എന്നെ തമിഴ്നാട്ടിലല്ല, കേരളത്തില് മലയാളികൾക്ക് നടക്കുന്ന ചിലവർക്ക് സംശയം വന്നു. 8 പേർക്കൊരു സംശയം, അവിടെ നടക്കും, നമ്മളെ മലയാളിക്ക് നടക്കുമോ, കേരളത്തിൽ നടക്കുമോ അങ്ങനെ ചിന്ത വന്നു. അങ്ങനെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞ ശേഷം ഒരു ബസ് സംഘടിപ്പിച്ചിട്ട് ഒരു 50 ആളെ വെച്ചിട്ട് ഞാൻ കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് ഞാൻ BNA അവിടെയും ഞാൻ കാണിച്ചു കൊടുത്തു. ഒരു കാലഘട്ടത്തില് ലോകത്ത് ഈ കോവിഡ് കാലത്തിലൊക്കെ ലോകത്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റീജിയൻ ഏതാന്ന് ചോദിച്ചാല് മലബാർ റീജിയൻ ആയിരുന്നു.